സാറേ, റബ്ബർ തോട്ടത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കാരണം അതൊരു സ്പെഷ്യൽ ഏരിയയായിരുന്നു. ഓക്കെ, പ്രിയപ്പെട്ടവരെ, അന്ന് പരിചയപ്പെടാൻ പറ്റാത്തവരെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പഠിക്കുന്ന സമയത്ത് ജോസ് ഫിലിപ്പായിരുന്നു. ഇപ്പം ഫാദർ ഫിലിപ്പ് കൊച്ചുറമ്പിൽ നിന്നാണ് അറിയപ്പെടുന്നത്. ഞാനൊരു ബെനഡിക്റ്റൈൻ ഫാദറാണ്. പിന്നെ കോളേജ് ലൈഫിൽ ഏറ്റവും ഞാൻ എന്നും ഓർത്തിരിക്കുന്നത് ഫിലിപ്പച്ചന്റെ കാര്യമാണ്. ഫിലിപ്പച്ചൻ എങ്ങനെ അച്ഛനായെന്ന് ഉള്ള ഒരു അത്ഭുതമായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ നാം വളരെ നാളായി കാത്തിരുന്ന ആ സുദിനം ഇതാ വന്നെത്തിക്കഴിഞ്ഞിരിക്കുന്നു. 34 വർഷങ്ങൾക്ക് ശേഷം നാം വീണ്ടും ഒത്തുചേരുകയാണ്. വളരെ കഷ്ടത പിടിച്ച ഒരു ദൗത്യമാണ് നമ്മൾ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. പല മേഖലകളിലിരുന്ന, പല തലങ്ങളിലുണ്ടായിരുന്ന, പല സ്ഥലങ്ങളിൽ താമസിക്കുന്ന എല്ലാവരെയും ഇന്ന് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ദൗത്യം. ആ ദൗത്യം ഇന്ന് പൂർത്തീകരിക്കുകയാണ്. ഇവിടെ നമ്മളോടൊപ്പം നമ്മുടെ അധ്യാപകരുണ്ട്. നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരുടെ പലരുടെയും കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദം നിറയുന്ന നിമിഷങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. അധ്യാപകരെ ആദരിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സ്നേഹ വിരുന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ എല്ലാവരുടെയും ഒത്തുചേർന്ന് കലാപരിപാടികൾ, അങ്ങനെ വളരെ നല്ല രീതിയിലാണ് പരിപാടികൾ നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ ശേഷം മാത്രമേ നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകാവുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ഈ ചടങ്ങുകളെല്ലാം തന്നെ നമ്മുടെ പോളിൻ്റെ PR വിഷൻ ചാനലിൽ ഇതെല്ലാം തന്നെ എഡിറ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും, നമ്മുടെ സഹപ്രവർത്തകരും നമ്മുടെ കുടുംബാംഗങ്ങളും ഒക്കെ ആ PR വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ വരിക്കാരായി മാറി ഈ നമ്മളുടെ ഈ ചടങ്ങുകൾ ലോകം മുഴുവൻ കാണുവാനുള്ള ഒരു ദൗത്യം കൂടി നമ്മളൊക്കെ ഏറ്റെടുക്കണം. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും ഈ സൗഹൃദം കൂട്ടായ്മയുടെ പേരിലുള്ള സുസ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർ, ഫാദർ ഫിലിപ്പ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മളൊരു 34 വർഷത്തിന് ശേഷമാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച് ചേരുന്നത്. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല, റിപ്പോർട്ട് അവതരണമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫിലിപ്പ് കൊച്ചുറമ്പിൽ അച്ഛനെ ക്ഷണിക്കുന്നു. സ്വാഗതഗാനം ആരംഭിക്കാനായിട്ട് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സുഹൃത്ത് പോൾ എഴുതി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ്. എന്നോട് പാട്ട് പാടാൻ പറഞ്ഞതിന് പാടുകയാണ്. എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കുക. ഞാൻ അറിയാവുന്ന രീതിയിൽ അതൊന്ന് തന്നൊരു ട്യൂണിലങ്ങ് പാടുവാണ്. സുന്ദര സുരഭില സൗഹൃദമാണി കലാലയത്തിൻ കൂട്ടായ്മ, ഓർമ്മകൾ കൊണ്ടൊരു മാലകൾ തീർത്തവർ ഏറെയുള്ളൊരു കൂട്ടായ്മ. സുന്ദര സുരഭില സൗഹൃദമാണി കലാലയത്തിൻ കൂട്ടായ്മ, ഓർമ്മകൾ കൊണ്ടൊരു മാലകൾ തീർത്തവർ ഏറെയുള്ളൊരു കൂട്ടായ്മ. നാലാൾ നമ്മുടെ ഓർമ്മകളിൽ ചിത്രം പോലെ തെളിയുമ്പോൾ, നാലാൾ നമ്മുടെ ഓർമ്മകളിൽ ചിത്രം
ചിത്രം പോലെ തെളിയുമ്പോൾ ഓർമ്മകളൊന്നും കൂട്ടിന് കിട്ടാം കൂട്ടരുമുള്ളൊരു കൂട്ടായ്മ സുന്ദര സുരഭില സൗഹൃദമാണി കലാലയത്തിൻ കൂട്ടായ്മ നമ്മുടെ പ്രിയരാം ഗുരുക്കളുമുണ്ടി സുദിനം സുന്ദരമാക്കിയിടാൻ നാഥൻ നമ്മുടെ പ്രിൻസിപ്പാൾ മോഹൻദാസ് സാർ രാമകൃഷ്ണൻ സാർ മൂവർക്കും സുസ്വാഗതം സ്വാഗതം. നമ്മുടെ അഡ്മിൻ പ്രസാദിനുൾപ്പെടെ നമ്മൾക്കെല്ലാം സ്വാഗതം സുസ്വാഗതം. വർഷം പലത് കഴിഞ്ഞിട്ടും ഓർമ്മകളേറെ മറഞ്ഞിട്ടും ഒത്തൊരുമിക്കാൻ അവസരമായി അതാണീ കൂട്ടായ്മ കലാലയത്തിൻ കൂട്ടായ്മ. ഒത്തൊരുമിക്കാൻ അവസരമായി അതാണീ കൂട്ടായ്മ കലാലയത്തിൻ കൂട്ടായ്മ സൗഹൃദമാണീ കൂട്ടായ്മ സുരഭിലമാണീ കൂട്ടായ്മ സുന്ദര സുരഭില സൗഹൃദമാണി കലാലയത്തിൻ കൂട്ടായ്മ. താങ്ക് യു. സുഹൃത്തുക്കളെ, നമുക്കേവർക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിനമായി മാറിയിരിക്കുകയാണ് 2023 ഡിസംബർ 16 ശനിയാഴ്ച. 34 വർഷം മുൻപ് പല വഴിക്ക് പിരിഞ്ഞ നമ്മെ ഒരുമിച്ച് ചേർക്കുവാനും ഈ ദിനം അവിസ്മരണീയമാക്കുവാനും ഭഗീരഥ പ്രയത്നം നടത്തിയ നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് സൗഹൃദം ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പ്രസാദിനും സഹപ്രവർത്തകർക്കും നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. കാലം എത്ര കഴിഞ്ഞാലും ഓർത്തെടുക്കുവാൻ പറ്റാത്ത വിധം നമ്മുടെ ഓരോ നിമിഷങ്ങളും ഓർമ്മയിൽ നിന്ന് മറഞ്ഞാലും ഒറ്റ ക്ലിക്കിൽ നമുക്ക് മുന്നിൽ അവയെല്ലാം വീണ്ടും വീണ്ടും കാണുവാനും ഓർമ്മകൾ അയവിറക്കുവാനും നമ്മുടെ സുഹൃത്തിൻ്റെ ചാനൽ അല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ചാനൽ, അങ്ങനെ പറയുന്നതാണ് ശരി, നമ്മെ സഹായിക്കും. വീഡിയോ കാണുന്നതിനൊപ്പം PR വിഷൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം നമ്മുടെ ചാനൽ മുതലാളി പോളച്ചനെ സഹായിക്കണം. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഈ യോഗത്തിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ ബഹുമാനായ പ്രിൻസിപ്പൽ, അതോടൊപ്പം തന്നെ മോഹൻദാസ് സാറ്, രാമകൃഷ്ണൻ സാറ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന 86, 89 വർഷത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിൽ മാത്രമായിരുന്നു. നിറഞ്ഞ മനസ്സും സന്തോഷവുമായി ഇവിടെ എത്തിച്ചേരുവാനും നമുക്കെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അന്നത്തെ ആ സ്നേഹബന്ധം കൂടുതൽ ദൃഢമായി കൊണ്ടുപോകുവാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ജോണച്ചനാണ്. ഫിലിപ്പച്ചൻ, ബഹുമാനായ അച്ഛനെ ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിൻസിപ്പള് ഇങ്ങനെ ഒരു ചടങ്ങിനെക്കുറിച്ച് വന്ന് പറഞ്ഞപ്പോൾ നമ്മളെക്കാൾ ഉത്സാഹത്തോടു കൂടി അത് നടത്തുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും, ഇന്ന് നമ്മളിവിടെ ഇപ്പോൾ ഇരിക്കുന്നു, നമ്മളെല്ലാവരും ഇന്നൊരു ദിവസം ഇതിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ അത് മുഴുവൻ നമ്മളോട് ചോദിച്ചറിഞ്ഞ്
വളരെ ഭംഗിയായി നമുക്കിത് ചെയ്തു തരുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം നിന്ന് ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പളിനെ ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യാം. രാമകൃഷ്ണൻ സാറ് സത്യത്തിൽ വലിയ ഒരു സന്തോഷം തോന്നുന്നു. സാറും ഒക്കെ ആയിട്ട് ജീവിതത്തിലൊക്കെ ഇങ്ങനെയൊക്കെ തിരിച്ചൊരു ദിവസം കിട്ടും എന്ന് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല. ആ 34 വർഷത്തിന് ശേഷം നമ്മളെ പഠിപ്പിച്ച അധ്യാപകരോടൊപ്പം അവരുടെ വാക്കുകൾ കേൾക്കുവാൻ ഒരു ഭാഗ്യം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ഈശ്വര അനുഗ്രഹമായിട്ട് ഞങ്ങളൊക്കെ കരുതുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന രാമകൃഷ്ണൻ സാറിനെ വളരെ ആർദ്രവുമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. മോഹൻദാസ് സാർ അതുപോലെ തന്നെ ആ മീശയ്ക്ക് ഇച്ചിരി നരച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അന്നത്തെ ആ ഊർജ്ജവും സാറിൻ്റെ ആ ഇതുമൊക്കെ ഞാനിപ്പോഴും നമ്മളൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ തന്നെ അന്നത്തെ യുവത്വമായിരുന്നു സാറ്. ഏതായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച അദ്ദേഹം അത് പറഞ്ഞപ്പോൾ തന്നെ തിരുവല്ലയിലാണ് അദ്ദേഹം സാറ് താമസിക്കുന്നത്. അവിടെ നിന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. നമ്മളൊക്കെ പലരും എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ സാർ എത്തിച്ചേർന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയോട് സാറിനുള്ള വലിയ പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ വലിയ ഒരു പ്രവൃത്തിക്ക് എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മോഹൻദാസ് സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുക. പിന്നെ സ്വാഗതം ചെയ്യേണ്ടത് പ്രസാദാണ്. ഇതിൻ്റെ ഒരു സംഘാടകൻ എന്നതിലുപരി നമുക്കറിയാം ഇത്രയും ആളുകൾ വന്നു എന്ന് കാണുമ്പോൾ തന്നെ പ്രസാദിന് വലിയ സന്തോഷം. കാരണം രാവിലെ എത്ര പേര് വരും ഇങ്ങനെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടിരിക്കും. നമ്മളൊക്കെ ഇവിടെ കൂളായിട്ട് നിൽക്കുമ്പോഴും പ്രസാദ് മാറി നിന്ന് ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതൊരു വലിയ ഇതാണ്. കാരണം ആരെങ്കിലും ഒരാൾ വേണം ഇതിനൊക്കെ മുന്നിൽ നിന്ന് നയിക്കുവാൻ. ആ ദൗത്യം ഏറ്റെടുത്ത് നമ്മളെ ഇന്ന് കാണുന്ന ഈ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ എത്തിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രസാദിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുക. ദേശത്ത് നിന്നാണ് ജോസുകുട്ടി ഇവിടെ എത്തിച്ചേർന്നത്. അതോടൊപ്പം തന്നെ പല ജാൻസി ബാംഗ്ലൂരിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രമാണ് എത്തിച്ചേർന്നത്. അങ്ങനെ എല്ലാവരും ഈ ഒരു ദിവസം ഇതിനു വേണ്ടി, നമുക്കറിയാം തിരക്കേറിയ ജീവിതമാണ്. ആ തിരക്കേറിയ ജീവിതത്തിൽ ഒരു ദിവസം പോലും മാറ്റിവെക്കുവാൻ പറ്റാത്ത അത്രത്തോളം തിരക്കുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കൂട്ടുകാർക്കും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ നമ്മുടെ അകാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞതെന്ന് പറഞ്ഞാൽ അനുസ്മരണമായിട്ട് പറയാനുള്ളത്, നമ്മളെ വിട്ടുപിരിഞ്ഞ 4 നമ്മുടെ കൂടെ പഠിച്ച ഈ കലാലയത്തിൽ ഓടിച്ചാടി നടന്ന് പാറിപ്പറന്ന് നടന്ന നമ്മുടെ 4 സഹോദരങ്ങളാണ്. അവരെക്കുറിച്ച് ചെറിയൊരു വിവരണം ഇവിടെയുണ്ട്, ഞാൻ വായിക്കുന്നതാണ്. അകാലത്തിൽ മരണമടഞ്ഞ പ്രിയ കൂട്ടുകാരായ ഗീതാകുമാരി, KP പ്രതാപൻ, NK ബൈജു, AK ജെയ്മോൻ എന്നിവരുടെയും പ്രിയപ്പെട്ട വത്സമ്മ ടീച്ചറെയും ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. ഗീതാകുമാരി, ചൂട്ടുവരിയാണ് സ്ഥലം. 2007 ഡിസംബർ 30 ഗീത ഏറെ സങ്കടങ്ങൾ സമ്മാനിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഗീത മരിക്കുന്നതിന് മുമ്പേ ഭർത്താവ് മരിച്ചിരുന്നു. 2 ആൺകുട്ടികളാണുള്ളത്. മൂത്തയാൾ ചേർത്തലയിൽ താമസിക്കുന്നു. ഇളയ കുട്ടി വിവാഹം കഴിഞ്ഞ് പാലാ കടപ്പാട്ടൂരാണ് താമസം. അമ്മയും അച്ഛനും ഒരു സഹോദരനും ഒരു സഹോദരിയും മരിച്ചു. കാണക്കാരിലുള്ള ഒരു സഹോദരൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഏറെ മാനസിക പ്രയാസം അനുഭവിച്ച വ്യക്തിയായിരുന്നു ഗീത. എല്ലാവരോടും ഏറെ സ്നേഹത്തോടെ പെരുമാറുന്ന ഗീതയുടെ വേർപാട് നമ്മുടെ എല്ലാം പ്രിയത്തെ വെളിപ്പെടുത്തുന്നു. ആഗ്രഹിച്ച ജീവിതം ലഭിക്കാതെ പോയ പ്രിയ സഹോദരിയെ അനുസ്മരിക്കുന്നു. KP പ്രതാപൻ ASIFിൻ്റെ നേതാവൊക്കെയായിരുന്നു. പിന്നീട് അഭിഭാഷകനായി ഹൈക്കോടതി കാളിസൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. രാമകൃഷ്ണൻ സാറിൻ്റെ നാട്ടുകാരനാണ്. രാമകൃഷ്ണൻ കളർക്കാരനാണ്, സാറിൻ്റെ നാട്ടുകാരനാണ്. വളരെയേറെ ഉന്നത നിലവിൽ എത്തേണ്ട ഒരു വ്യക്തിയായിരുന്നു. വളരെയേറെ രാഷ്ട്രീയപരമായി നല്ല രീതിയിൽ സംസാരിക്കും. ഞാനും അദ്ദേഹമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് എവിടെ പ്രസംഗ മത്സരം ഉണ്ടെങ്കിലും ഞാനും പ്രധാനമാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ടീമിനോട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നല്ല കക്ഷി എന്ന് പറയുന്നത് ഈ MG യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെ പ്രസംഗ മത്സരം ഏത് കോളേജിൽ നടത്തിയാലും ഞാനും പ്രധാനം പോവും. സ്വാഭാവികമായിട്ട് എല്ലാ മത്സരങ്ങളും തന്നെ സമ്മാനവും നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് എനിക്ക് പ്രധാനമായിട്ടുള്ള ബന്ധം. വ്യക്തിപരമായ ഒത്തിരിയേറെ ബന്ധങ്ങൾ പ്രധാനമായിട്ട് എനിക്ക് പറയാനുണ്ട്. എങ്കിലും ഈ അവസരത്തിൽ പ്രധാനെ ഓർക്കുകയാണ്. 2010 ജൂൺ 24 മരണമടഞ്ഞു. കല്ലറയാണ് സ്വദേശം. ഡിഗ്രിക്ക് ശേഷം നിയമബിരുദം നേടി കോട്ടയത്ത് അഭിഭാഷക ജീവിതം തുടങ്ങിയ പ്രതാപൻ പിന്നീട് ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ കാളിസൻ രാജിനൊപ്പം പ്രവർത്തിച്ചു. MG യൂണിവേഴ്സിറ്റി ജീവനക്കാരി മിനിയാണ് ഭാര്യ. 2 ആൺമക്കളാണുള്ളത്. കോളേജിൽ ASF നേതാവായിരുന്നു പ്രതാപൻ. സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി തിളങ്ങി. CPI കടുത്തുരുത്തി മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി ഭരണാംഗത്വം ശോഭിച്ച പ്രതാപനെ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. അടുത്ത NK ബൈജു ആണ്.
2007 ഏപ്രിൽ 3 മരണമടഞ്ഞു. അവിവാഹിതനായിരുന്നു. MA ഇംഗ്ലീഷ് നൈനാൻസ് കോളേജിൽ പഠിച്ചു. 90 വയസ്സുള്ള അമ്മ ജീവിച്ചിരിപ്പുണ്ട്. 2 സഹോദരന്മാരാണുള്ളത്. ട്യൂഷൻ എടുത്താണ് ജീവിച്ചിരുന്നത്. 30-ാം വയസ്സിൽ ഡയബറ്റീസ് ബാധിക്കുകയും തുടർന്ന് കിഡ്നി സംബന്ധമായ അസുഖം പിടിപെടുകയും ചെയ്തു. ഹൃദയസ്തംഭനം മൂലമാണ് മരണമടഞ്ഞത്. എല്ലാവരോടും ഏറെ സ്നേഹത്തോടെ പെരുമാറുന്ന ആ പ്രിയ കൂട്ടുകാരൻ ബൈജുവിനെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. AK ജെയ്മോൻ. കോവിഡ് മൂലം 2019 ജെയ്മോൻ മരണപ്പെട്ടു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമായിരുന്നു സംസ്കാരം നടത്തിയത്. കിഡ്നി സംബന്ധമായ രോഗം പിടിപെട്ടിരുന്നു. പാറമ്പുഴയായിരുന്നു വീട്. വീട്ടിൽ തന്നെ സ്വന്തമായി വർക്ക്ഷോപ്പ് നടത്തിയായിരുന്നു. ഭാര്യയും 2 മക്കളുമാണുള്ളത്. അവരുടെ പുറത്ത് താമസിക്കുന്ന തമിഴ്നാടാണ്. എല്ലാവരുടെയും സമയമായി പെരുമാറുന്ന ജയമോനെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നു. പിന്നെയുള്ള നമ്മുടെ വർഷം ടീച്ചറാണ്. എൻ്റെ നാട്ടുകാരിയാണ്. പേരൂരാണ് ടീച്ചറുടെ വീട്, സ്വന്തം വീട്. ടീച്ചർ 2020 ഡിസംബർ 30-നാണ് മരിച്ചത്. ടീച്ചറെ ഈ അവസരത്തിൽ ഓർക്കുന്നു. നമുക്ക് ഈ 5 പേരുടെ മരണത്തിൽ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തി 1 മിനിറ്റ് മൗനം ആചരിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അനുവാദത്തോടു കൂടി ഇവിടെ അധ്യക്ഷ പ്രസംഗം ഇല്ലായിരുന്നു. അപ്പോൾ അധ്യക്ഷ പ്രസംഗം ഞാനങ്ങ് കൂട്ടിച്ചേർക്കുക. കാരണം അച്ഛന്മാരെങ്ങനെയാണ് എവിടെങ്കിലും ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു പ്രസംഗം പറയാതെ അച്ഛന്മാർ പോകത്തില്ല. ഞാൻ നിങ്ങൾക്കറിയാം, പഴയ ഫിലിപ്പിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 29-ാമത്തെ വയസ്സിലാണ് ഞാൻ സെമിനാരിയിലേക്ക് പ്രവേശിക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് 5 വർഷത്തോളം ഞാൻ ഉത്തർപ്രദേശിലായിരുന്നു. UP സ്റ്റെനോഗ്രാഫറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മളിങ്ങനെ ഒരു ദൈവവിളിയിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ പലപ്പോഴും ഞാൻ സെമിനാരിയിലായിരുന്ന സമയത്തും അതിനുശേഷം പള്ളിയിലും ഞങ്ങൾക്ക് സാധാരണ ഞാനൊരു സന്യാസ വൈദികനാണ്, ബെനഡിക്റ്റിയൻ സന്യാസ വൈദികനാണ്. കാരണം ഞാൻ 5 വർഷക്കാലം, ഇതിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ 5 വർഷം ഈ കോളേജിൽ പഠിച്ചവരുള്ളൂ. നിങ്ങൾ പലരും 3 വർഷക്കാരാണ്. ഞാൻ പ്രീ ഡിഗ്രിയും ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പഠിച്ച ഒരു കലാലയം. ഞാൻ പലപ്പോഴും ചിന്തിക്കും, കുമരകത്ത് നിന്നിട്ട് എത്രയോ കോളേജ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, അത്രയും മാർക്ക് കിട്ടിയവന് ഈ കോളേജ് അല്ലാതെ വേറെ എടുത്തും അഡ്മിഷൻ കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കോളേജ് കിട്ടി. പക്ഷേ ഇന്ന് ഞാൻ ഒത്തിരിയേറെ അഭിമാനിക്കുന്നുണ്ട്. കാരണം ഈ കലാലയത്തിൽ കിട്ടിയ ആ ഒരു നമുക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത് ശരിക്കും അത് മാനുഷികമായ ഒരു വലിയ അനുഭവം. ആ മാനുഷികമായ അനുഭവത്തെ ഞാൻ ദൈവിക അനുഭവമായിട്ടൊന്ന് ബന്ധപ്പെടുത്തുമ്പം അവിടെ എനിക്ക് വളരെയേറെ അഭിമാനിക്കാനും സന്തോഷിക്കുവാനൊക്കെയുള്ള ഒത്തിരിയേറെ വകയുണ്ട്. എന്തായാലും ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കാരണം പ്രസാദിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു 11 വർഷത്തോളം ഇറ്റലിയിലായിരുന്നു. ആ സമയത്ത് അവധിക്ക് വന്ന സമയത്ത് ഒരിക്കലും നമ്മൾ കുമരകത്ത് വെച്ച് ഒരു അവൈലബിൾ PB എന്ന് പറയുന്ന പോലെ ഞങ്ങൾ കിട്ടിയവരെല്ലാവരും കൂടിയായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് പ്രസാദ് പിന്നീട് ചിന്തിക്കുകയും ഇത്തരം ഒരു കൂട്ടായ്മയിലേക്ക് ഈ കൂടിവരവിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്തത്. എന്തായാലും ഒത്തിരിയേറെ സന്തോഷമുണ്ട് നമ്മുടെ അധ്യാപകരെ കാണുവാനായിട്ട്, നമ്മുടെ സുഹൃത്തുക്കളെ കാണുവാനായിട്ടൊക്കെ നമുക്ക് കിട്ടിയ ഈ അവസരം. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ആ ഒരു കൂട്ടായ്മ എന്നും കൂടുതൽ പ്രശോഭിക്കട്ടെ, എന്നും കൂടുതൽ നന്ദിയോ അല്ലെങ്കിൽ ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. അടുത്തത് റിപ്പോർട്ട് അവതരിപ്പിക്കാനായിട്ട് MV പ്രസാദിനെ ക്ഷണിക്കുക. നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചതിന് ശേഷമുള്ളൊരു ചെറിയ റിപ്പോർട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇതിൽ ബഹുമാന്യനായ പ്രിൻസിപ്പൽ, നമ്മുടെ ആദരണീയരായ അധ്യാപകർ മോഹൻദാസ് സാറ്, രാമകൃഷ്ണ സാറ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, 34 വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ കലാലയമുറ്റത്ത് ഒത്തുചേർന്നിരിക്കുകയാണ്. ഒട്ടേറെ ഓർമ്മകൾ സമ്മാനിച്ച ഗവൺമെൻറ് കോളേജിൽ ഒത്തുചേരാൻ ഭാഗ്യം സിദ്ധിച്ച ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നേതൃതലത്തിൽ പ്രവർത്തിച്ച ഒട്ടേറെ പേർ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും പരസ്പരം വെറുപ്പോ ദേഷ്യമോ പുലർത്തിയിരുന്നില്ല എന്ന കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. 2023 മാർച്ച് 21 നമ്മുടെ സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചത്. എന്നാൽ സജീവമായത് മെയ് 14 മുതലാണ്. നമ്മുടെ സഹപാഠികളെ കണ്ടെത്തുന്നതിന് ഒട്ടേറെ പരിശ്രമം നടത്തുകയുണ്ടായി. 47 പേരെയാണ് ഇതുവരെ കണ്ടെത്തിയത്. ഇപ്പോൾ ഗ്രൂപ്പിലുള്ളത് 43 പേരാണ്. 3 പേർക്ക് വാട്സപ്പ് നമ്പർ ഇല്ല. 9 പേരെ ഇതുവരെ കണ്ടെത്തുന്നതിന് സാധിച്ചില്ല. അവരവർക്ക് ലഭിക്കുന്ന സമയത്ത് ഗ്രൂപ്പിൽ എല്ലാവരും കയറണമെന്ന ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമ്മൾ കണ്ടെത്തിയ നമ്മുടെ കൂട്ടുകാർ ഇവരൊക്കെയാണ്: ബീന തോമസ്, ബിന്ദു വിജയൻ, VC ബിന്ദു, ലൈസമ്മ ജോസഫ്, ലൈസമ്മ വർഗീസ്, രേണുക, മിനി സക്രിയ, മിനി മാത്യു, VK വത്സമ്മ, TM അംബിക, SB അശ്വതി, ജാൻസി ഐസക്,
റെജിമോൾ മാധവൻ, റോസമ്മ ജോസഫ്, എൻ ജെ സുശീല, കെ എൻ ഉഷ, ജസമ്മ ജെ പൗവത്തിൽ, ടി ശോഭന. ഇപ്പം ജസമ്മ മസ്കറ്റിലാണ്. ഇതിലേറ്റവും സജീവമായിട്ട് ഈ ഗ്രൂപ്പിൽ ഇടപെടുന്നതും ഇപ്പോഴും നമ്മുടെ ലൈവായിട്ടുണ്ട് ജസമ്മ. പിന്നെ ശോഭന ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ആണോ? ലളിതകുമാരി വരത്തില്ല എന്നറിയിച്ചിരുന്നു. സാബു മത്തായി, പി അനിൽകുമാർ എന്ന് പറയുമ്പോൾ KSU അനിൽ എന്നാണ് അറിയപ്പെടുന്നത്. ആർ ദീപു, ജയപ്രകാശ് അല്ലെങ്കിൽ ജോൺ ഐമനം, KP ജയരാജ്, AJ ജോസ്കുട്ടി, KJ ജോസഫ്, PP പോൾ, ഫിലിപ്പ് ഒച്ചുപറമ്പിൽ ഫാദർ, സാജു കുര്യൻ, അബ്ദുൽ ഖാദർ, KM എബ്രഹാം, അജിത് കുമാർ, തോമസ് ജോർജ് അമേരിക്കയിലാണ്. നമ്മളെല്ലാവരും അപ്പാപ്പൻ എന്നൊക്കെ ആണ് വിളിച്ചുകൊണ്ടിരുന്നത്. PK ബാബുരാജ്, ബിജു ലൂക്കോസ് അമേരിക്കയിലാണ്. മിക്കവാറും ലൈവായിട്ട് നമ്മുടെ ഇതിലൊക്കെ വരാറുണ്ട്, ഗ്രൂപ്പിലൊക്കെ വരാറുണ്ട്. പിന്നെ MV സിറിയക്ക്, ജോൺ മാത്യു അമേരിക്കയിലാണ്, സ്ഥിരമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ കയറാറുണ്ട്. മുൻ ചെയർമാനായിരുന്നു. ജയ് ജേക്കബ്, PS ജോൺ, KG മോഹനൻ, KS മുരളി, J പത്മകുമാർ, രാമേന്ദ്രൻ, സജി ജോസഫ് അമേരിക്കയിലാണ്. സജിയും മിക്കവാറും ഗ്രൂപ്പിൽ കയറുന്നുണ്ട്. KM സുദർശനൻ, N അനിൽകുമാർ, നമ്മൾ AVP അനിൽ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ MV പ്രസാദ്. നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത് ഒന്ന് സതി, മറിയപ്പള്ളി താമസിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഗീതാകുമാരി നീർക്കാടായിരുന്നു. മോളി ജോസഫ് തെള്ളമായിരുന്നു. ശശികല മേമുറി, മാഞ്ഞൂർ. ശശികലയെ പറ്റി നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ഡൽഹിയിലാണ്, തീരെ വയ്യാതെ കിടക്കുകയാണ്. മോൻ സുപ്രീം കോടതി അഡ്വക്കേറ്റാണ്. ജയാഭായ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ സൈമൺ, നല്ലൊരു സ്പോർട്സ് താരമൊക്കെ ആയിരുന്നു. ഒരു വർഷമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ CRPയിലൊക്കെ ജോലി കിട്ടിപ്പോയി. കുറിച്ചി ഭാഗത്താണ് താമസിക്കുന്നത്. അതിനുള്ള കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ സാം പയ്യപ്പാടി അല്ലേ? സാമും അമേരിക്കയിലാണെന്നാണ് അറിഞ്ഞത്. പിന്നെ ഒരാളെ ഇതുവരെ ആയിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല. ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നതാണ്. പലരോടും നമ്മൾ അന്വേഷിച്ചിട്ട് അതിൻ്റെ പേരും അറിവ് ഓർക്കുന്നില്ല. 2023 സെപ്റ്റംബർ 17 നമ്മുടെ ആദ്യ മീറ്റിംഗ് ഏറ്റുമാനൂർ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ചേർന്നു. 25 കൂട്ടുകാർ പങ്കെടുത്തു. നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം മീറ്റിംഗ് വിജയമായിരുന്നു. വിപുലമായ രീതിയിൽ ഡിസംബർ 16 ചേരണമെന്ന് തീരുമാനിച്ച് യോഗം പിരിഞ്ഞു. MV പ്രസാദിനെ കൺവീനറായി തിരഞ്ഞെടുത്തു. ആദ്യ യോഗത്തിൻ്റെ വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പോളിൻ്റെ യൂട്യൂബ് ചാനലായ PR വിഷനിൽ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അത് കൂടുതൽ പേരിലോട്ട് എത്തിക്കാനൊരു ശ്രമം നടത്തണം. പോളിനെ സഹായിക്കുകയും ചെയ്യാം. അന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത് ഒന്ന് ബീന, ബിന്ദു വിജയനാണ്. 2 ബിന്ദുമാരുള്ളതുകൊണ്ടാണ്. രേണുക, മിനി സക്രിയ, മിനി മാത്യു, വത്സമ്മ, അംബിക, റെജിമോൾ, റോസമ്മ, സുശീല, ഉഷ, അനിൽകുമാർ. ഉഷ ഇപ്പം വന്നിട്ടില്ല. ഉഷ വരുമെന്ന് പറഞ്ഞു, കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞു. അനിൽകുമാർ, ദീപു, ജയപ്രകാശ്, KJ ജോസഫ്, PP പോൾ, സാജു കുര്യൻ, അജിത്ത്, ബാബുരാജ്, സിറിയക്ക്, ജോൺ, KG മോഹനൻ, KS മുരളി, പത്മകുമാർ, പ്രസാദ്. പിന്നെ അതിനുശേഷം നമ്മൾ ഡിസംബർ 16 കൂട്ടായ്മ, ഇന്നത്തെ കൂട്ടായ്മ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് 2 യോഗം ചേർന്നിരുന്നു. നവംബർ 16 ഡിസംബർ 6 അതിൽ ദീപു, ജയരാജ്, മുരളി, ജോസഫ്, സാബു മത്തായി, ബാബുരാജ്, പോള്, ജോണ്, അനിൽ, പ്രസാദ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സജീവമായ ചർച്ചകൾ നടത്താറുണ്ട്. ഇത്തരം ചർച്ചകൾ നമ്മുടെ കൂട്ടായ്മയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നു. രാഷ്ട്രീയ ചർച്ചകൾ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ചിലരെങ്കിലും മെസ്സേജിൽ ഇടുന്നില്ല എങ്കിലും മറ്റുള്ളവരിടുന്ന മെസ്സേജുകൾ കാണുന്നുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരും ഗ്രൂപ്പിൽ കയറി സജീവമാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഈ സൗഹൃദ കൂട്ടായ്മയുടെ വിജയത്തിന് നമ്മുടെ എല്ലാ കൂട്ടുകാരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട്. പോള്, ജോസഫ്, അനില്, ദീപു, മുരളി എന്നിവർ ദൈനംദിന പ്രവർത്തനത്തിൽ സഹായിച്ചു വരുന്നു. സോഷ്യൽ മീഡിയ മെറ്റീരിയൽസ് തയ്യാറാക്കുന്നതിലും ഏൽപ്പിക്കുന്ന ചുമതല ഉത്തരവാദിത്വം ചെയ്യുന്നതിലും പോൾ ശ്രദ്ധിക്കുന്നു. പിന്നെ അനിൽ സജീവമായിട്ട് സഹായിച്ചു വരുന്നു. ബാക്കി മിക്കവാറും ആൾക്കാരുടെ എല്ലാ സഹകരണവും നമുക്കുണ്ടാകുന്നു. ഇതാണ് ഇപ്പം നമുക്ക് റിപ്പോർട്ട് എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാനുള്ള. എല്ലാവരും ഞാൻ വീണ്ടും ഒരു നന്ദി അറിയിക്കുന്നു. നമ്മുടെ അധ്യാപകരെ ആദരിക്കലാണ്. രാമകൃഷ്ണൻ സാറിനെ ആദരിക്കാനായിട്ട് വത്സമേഷ്.
മോഹൻദാസ് സാറിനെ ആദരിക്കുവാനായിട്ട് ബിന്ദു വിജയൻ. നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ കലാലയത്തിലേക്ക് പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിൽ രാമകൃഷ്ണൻ സാറിനെയും അതുപോലെ തന്നെ മോഹൻദാസ് സാറിനെയൊക്കെ ഇത്തരത്തിലുള്ള വിവിധ പരിപാടികളിൽ കണ്ടുമുട്ടാറുണ്ട്. ഇവരൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ കലാലയത്തിൽ നിന്ന് വിദ്യാഭ്യാസം നേടി ഇന്ന് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾ തിരിച്ച് കലാലയത്തിലേക്ക് വരുമ്പോൾ അതും വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. 86, 89 കാലഘട്ടത്ത് നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ കലാലയത്തിനെ കുറിച്ചുള്ള ഒരു ചിത്രമുണ്ട്. അത് ഒരുപക്ഷെ ഇന്ന് ഇവിടെ കടന്നു വരുന്ന സമയത്ത് പുതുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. കോട്ടയം ഗവൺമെൻറ് കോളേജിനെ കുറിച്ച് പൊതുസമൂഹത്തിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണയുണ്ട്. അത് ഇപ്പോൾ നാം പരിശോധിക്കുകയാണെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് നന്നായിട്ട് അറിയാം. കോട്ടയം ഗവൺമെൻറ് കോളേജ് കോട്ടയം എന്നുള്ളത് പൊതുവേ സമൂഹത്തിൽ അറിയപ്പെടുന്നത് നാട്ടകം കോളേജ് എന്നാണ്. അതിപ്പോൾ മാറി നാം വളരെ ബോധപൂർവം ഗവൺമെൻറ് കോളേജ് കോട്ടയം എന്ന് തന്നെ പറയാൻ എല്ലാ അവസരവും നാം ഉപയോഗിച്ചു വരികയാണ്. ആദരണീയനായ അച്ഛൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, 5 വർഷക്കാലം ഇവിടെ വിദ്യാഭ്യാസം നേടിയതാണ്. അപ്പോൾ ഒന്ന് പരിശോധിക്കുക നമ്മുടെ കോളേജ് എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ളത്. മെറിറ്റോറിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ തന്നെയാണ് നമ്മുടെ കോളേജിലേക്ക് കടന്നു വരുന്നത്. ഇല്ലേ, ക്യാമ്പസ് ഒരുപാട് മാറിയില്ലേ? ക്യാമ്പസിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പം ഇടതുവശം നേരത്തെ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് എന്തുമായിരുന്നു? റബ്ബർ തോട്ടമായിരുന്നു. ആ റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ ഇപ്പം ലൈബ്രറിയായി, ഏറ്റവും മികച്ച ലൈബ്രറിയാണത്. അതിൻ്റെ തൊട്ടടുത്ത് ഉള്ളത് റിസർച്ച് സെൻ്ററാണ്. 6 ഗവേഷണ കേന്ദ്രങ്ങളുടെയും പ്രവൃത്തി അവിടേക്കായി നമ്മൾ മാറ്റുന്നു. അവിടെയും മികച്ച ഒരു സെമിനാർ ഹാൾ നമ്മൾ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് ഗ്രൗണ്ട് ഇല്ലായിരുന്നു നമുക്ക്. ഇന്ന് മനോഹരമായിട്ട്, അത്ര മനോഹരമല്ലെങ്കിലും നല്ലൊരു ഗ്രൗണ്ട് നമുക്കുണ്ട്. പിന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയും കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നാഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ട് NIRF എന്ന് കേട്ടിട്ടുണ്ടാവും. അത് കേന്ദ്ര UGC യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ സഹായത്തോടു കൂടി കേന്ദ്ര സർക്കാരാണ് ഈ റാങ്കിങ് സിസ്റ്റം നടപ്പിലാക്കി വരുന്നത്. അതിൽ ആ റാങ്കിങ് സിസ്റ്റത്തിൽ നമ്മുടെ കോളേജ് ഏറ്റവും മികച്ച 150 കോളേജുകളിൽ ഒരു കോളേജാണ് ഇന്ത്യയിൽ. നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. നിങ്ങളുടെ കൂട്ടായ്മ സജീവമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. അത് കോളേജുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. കോളേജിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെയും സാന്നിധ്യവും സഹകരണങ്ങളൊക്കെ ഉണ്ടാകണം. കൂട്ടായ്മയാണ്, നിങ്ങളുടെ പ്രസൻസാണ് കോളേജ് ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ആ കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടട്ടെ. നിങ്ങളിൽ നിന്ന് ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും ഇനിയും ഇങ്ങോട്ട് കടന്നു വരാനുള്ള മനസ്സ് കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീ മോഹൻദാസ് അധ്യക്ഷൻ അവരുടെ, പ്രിയ വിദ്യാർത്ഥികളല്ലെങ്കിലും നിങ്ങളിപ്പോഴും വിദ്യാർത്ഥികൾ തന്നെ, ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയും അതിലേക്ക് സംബന്ധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തീർച്ചയായിട്ടും അപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇനി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വരിക തന്നെ. കാരണം ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരുതുന്നത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സർക്കാർ സ്ഥാപനമാണിത്. ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നൊരു സർക്കാർ സ്ഥാപനം കൂടിയാണിത്. ഈ സ്ഥാപനത്തിൽ ഞാൻ 22 വർഷം ജോലി ചെയ്തു. ഇവിടെ നിന്ന് തന്നെയാണ് റിട്ടയറായത്. റിട്ടയറായി കഴിഞ്ഞിട്ട് ഇപ്പോൾ 23 വർഷമായി. എങ്കിലും ഇപ്പോഴും ഈ സ്ഥാപനം എൻ്റെ മനസ്സിലിങ്ങനെയുണ്ട്.
കാരണം 78-ൽ ഞാനിവിടെ വരുമ്പോൾ അന്ന് ഞാൻ കമ്പയർ ചെയ്തത് കോട്ടയം മാർക്കറ്റുമായിട്ടാണ് ഈ സ്ഥാപനത്തെ ഞാൻ കമ്പയർ ചെയ്തത്. അത്ര ദയനീയ അവസ്ഥയാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്ന അശേഷമില്ല. ആരും ആരെയും വകുക്കില്ല. അധ്യാപകരും അതെ, വിദ്യാർത്ഥി പലരും പല പേരുകളിലാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഇവിടെ. അതെനിക്കറിയാം. ഒടുവിൽ ഭീഷണി വരെ വന്നു. ഭീഷണി വന്നാൽ ഇങ്ങനെയാണ്, സാറിൻ്റെ മക്കൾ CMS കോളേജിൽ പഠിക്കുന്നുണ്ട്, അവന്മാരെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. കോളേജിൻ്റെ പുരോഗതിയെപ്പറ്റി പ്രിൻസിപ്പൽ വിവരിക്കുകയുണ്ടായി. വാസ്തവത്തിലേക്കും വളരെ സന്തോഷം. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ വരാൻ സാധിച്ചതിൽ സന്തോഷം, നിങ്ങളെയൊക്കെ കണ്ടതിന് സന്തോഷം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. യോഗാധ്യക്ഷൻ ശ്രീ ഫിലിപ്പച്ചൻ, ആദരണീയനായ പ്രിൻസിപ്പൽ രാമകൃഷ്ണൻ സാറ്, പ്രസാദ്, എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികൾ ഞാനങ്ങ് മാറ്റി, കാരണം വിദ്യാർത്ഥികളൊക്കെ ആയിരുന്നു, ഇപ്പം നിങ്ങൾ സുഹൃത്തുക്കളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെ ഇവിടെ നിങ്ങളുടെ ബാച്ചിൽ തന്നെ പഠിച്ച MAയ്ക്കും പഠിച്ച സ്ത്രീയൊക്കെ ഇവിടെ ഉണ്ട്. 5 വർഷം പഠിപ്പിച്ചതാണ് സ്ത്രീയൊക്കെ ഉണ്ട്. നിങ്ങളെയൊക്കെ ഒന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അനുഭവമാണ് സത്യത്തിൽ. നിങ്ങളെ മറന്നില്ലല്ലോ എന്നുള്ളത് നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അതിലും ആഹ്ലാദം. എന്നെ ഇവിടെ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരും, അത് സംശയമൊന്നും വേണ്ട കാര്യമില്ല. പക്ഷേ ഇച്ചിരി ദൂര സ്ഥലമാണ് ഞാൻ പോകാറുള്ള കാര്യം ഞാൻ പറയാം, മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പം ഞാൻ 5 വർഷം മുമ്പ് ഗവൺമെൻറ് കോളേജ് തൃശ്ശൂർ, ഞാനവിടെ 78-81 കാലഘട്ടം പഠിപ്പിച്ച ഒരു ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം ഉണ്ടായിരുന്നു തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിൽ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ വന്ന് താമസിക്കാനൊന്നും പറ്റില്ല, വീട്ടിലൊക്കെ പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ പറയും, ബുദ്ധിമുട്ടുണ്ട് വന്ന് താമസിക്കാൻ. സാർ രാവിലെയുള്ള ട്രെയിനിന് വന്നാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിനിൽ വൈകിട്ട് ഇങ്ങോട്ട് വരുന്ന വഞ്ചനാണോ അല്ലെ ഏതെങ്കിലും കയറ്റി വിടാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി. അതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു സത്യത്തിൽ. അതിൽ പറ്റിയൊരു അപാകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പലരും ഡൈ ചെയ്യാത്തതുകൊണ്ട്, ഞങ്ങളൊക്കെ ഡൈ ചെയ്ത് തന്നുകൊണ്ട് അവർക്കൊരു സംശയം, ഇതാരാ മൂത്തതാരാ എന്നൊരു സംശയം. അപ്പോൾ നിങ്ങളെ കാണുക എന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഈ കോളേജിനെ പറ്റി രാമകൃഷ്ണൻ സാർ പഴയ അവസ്ഥ പറഞ്ഞു, ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ പ്രിൻസിപ്പലും പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നിറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓർത്തതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വീണ്ടും 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 നന്ദി. ബഹുമാനപ്പെട്ട ഫിലിപ്പച്ച, പ്രിൻസിപ്പൽ സാർമാരെ, പ്രസാദ്, വളരെ എന്താ പറയേണ്ടതെന്നറിയത്തില്ല. നമ്മുടെ പഴയ നാട്ടകം കോളേജ് അല്ല ഈ നാട്ടകം കോളേജ്. ഇനിയും കൂടുതൽ മുന്നിലേക്ക് പോകട്ടെ, ഉന്നതിയിലേക്ക് പോകട്ടെ. മറ്റ് കോളേജുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കോളേജ് വളരെ ചെറുതാണെന്ന് തോന്നിയിരുന്നു. പക്ഷേ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിഷനുള്ള ഒരു പ്രിൻസിപ്പളാണ് നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് തന്നത്. കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഈ കോളേജ് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഈ കൂട്ടായ്മയുടെ സൂത്രധാരനായ പ്രസാദിനെ ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. വളരെ ഭയങ്കരമായ കരുതലാണ് പുള്ളിക്ക് എല്ലാവരോടും. ആരൊക്കെ എവിടെയൊക്കെയാണ്, എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പുള്ളിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതിന് ഞാൻ പ്രസാദിന് ഈ ഓപ്പണായിട്ട് വളരെ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. സാർമാർ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ കോളേജ് എങ്ങനെയായിരുന്നെന്ന് രാമകൃഷ്ണൻ സാർ പറഞ്ഞു വന്നപ്പം. ഇപ്പോൾ ഈ കോളേജ് എങ്ങനെയാണ് എന്നും ഉള്ള കാര്യം നമ്മൾ കണ്ടു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. യോഗാധ്യക്ഷൻ ഞങ്ങളുടെ ഫിലിപ്പ്, ഏറ്റവും ആദരണീയനായ പ്രിൻസിപ്പൽ, ഗുരുക്കന്മാർ, പ്രിയ സുഹൃത്ത് പ്രസാദ് ഇപ്പോൾ കുറച്ച് മുമ്പേ വന്ന് എൻ്റെ ചെവിയിലോട്ട് പറഞ്ഞു തന്നു, അശ്വതി 1 മിനിറ്റ് ഒരാശംസ പറയണം. എന്തിനാ എനിക്ക് 1 മിനിറ്റ് എന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പറയാനുണ്ടായിരിക്കും. 1 മിനിറ്റ് എന്ന്, അതുകൊണ്ട് 1 മിനിറ്റ് അല്ല, ചിലപ്പോൾ ഞാൻ 5 മിനിറ്റ് എടുത്തുന്നിരിക്കും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട്. ഇവിടെ നമ്മളെക്കാളും ചെറുപ്പമാണല്ലോ എന്തായാലും പ്രിൻസിപ്പൾ എന്ന് എനിക്ക് ഞാൻ കരുതുന്നു. ഇപ്പം നമ്മുടെ പ്രിൻസിപ്പളാണെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രിൻസിപ്പൾ പറയുന്നത് എന്താ, ഈ പ്രീ ഡിഗ്രി ഒരു ഇതുണ്ടായിരുന്നു, പ്രീ ഡിഗ്രി അന്ന്. അതിൻ്റെ പുറകെ റബ്ബർ തോട്ടം എന്ന് സാറ് പലതവണ പറഞ്ഞു.
സാറേ റബ്ബർ തോട്ടത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കാരണം അതൊരു സ്പെഷ്യൽ ഏരിയയായിരുന്നു. ഞങ്ങളൊക്കെ എന്ത് മര്യാദക്കാരായിരുന്നു. ഈ റബ്ബർ തോട്ടമായിരുന്നു സാറേ അന്ന് അവർക്കൊരാശ്വാസം. അതുകൊണ്ട് റബ്ബർ തോട്ടത്തിന് വില കുറച്ച് കാണണ്ട. പക്ഷേ ഇന്ന് അതേസമയം അവിടെ ഒരു ലൈബ്രറി വന്നു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം. അതുപോലെ ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഈ എൻ്റെ അജ്ഞത കൊണ്ടാണോ പത്തനംതിട്ടക്കാരുടെ അജ്ഞത കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇന്നും അന്നും ഞാൻ വളരെ സന്തോഷപൂർവ്വം അല്ലെങ്കിൽ അഭിമാനപൂർവ്വം പറയുന്നത് ഞാൻ കോട്ടയം ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചതെന്ന്. ഒരു പക്ഷേ അവരുടെ അജ്ഞതയായിരിക്കാം. കാരണം അവിടെ നമ്മുടെ ഈ കോട്ടയത്തിൻ്റെ അത്രയൊന്നും വികസനം അന്നില്ലായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് കോളേജ് പറയുമ്പം ഗവൺമെൻറ് കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ വലിയ പ്രയാസമാണെന്നാണ് അവിടെയൊക്കെ വിചാരം. അപ്പം ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇന്ന് ഞാൻ പോകുന്നപ്പോഴൊക്കെ എൻ്റെ കൊളീഗ്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അശ്വതി പോയി അടിച്ച് പൊളിച്ചിട്ട് പോവാ, പഴയ സുഹൃത്തുക്കളെ കാണാം. അപ്പോൾ ഗവൺമെൻറ് കോളേജ് നാട്ടകം എന്നല്ല ഞാൻ പറയുന്നത്, കോട്ടയം ഗവൺമെൻറ് കോളേജ്. ഞങ്ങളുടെ ക്ലാസ്സിൽ മതിരിക്കുന്ന ഓർമ്മകളൊന്നുമില്ല. എന്ന് വെച്ചാൽ വേറെ ഞങ്ങളെല്ലാം വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. വളരെ നല്ല സുഹൃത്തുക്കൾ. പിന്നെ അച്ഛനെ എനിക്ക് വിളിക്കാൻ മടിയാണ് ഫിലിപ്പിനെ. ഫിലിപ്പ് ഇപ്പം എനിക്ക് മനസ്സിലായി, ഈ 5 വർഷം അതായത് +2 പ്രീ ഡിഗ്രിക്ക് ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ അഹങ്കാരമായിരുന്നായിരിക്കും ഫിലിപ്പ് അന്ന് കാണിക്കുന്നത്. ഞങ്ങളെയൊക്കെ ഭയങ്കര വലിയൊരാളാണ്. ഇങ്ങോട്ട് വന്നിട്ട് അതൊക്കെ ബാക്കി ഇനി പറഞ്ഞോളും. പക്ഷേ എന്തു തന്നെയായാലും നമ്മുടെ കോളേജിൻ്റെ അനുസ്യൂതമായ വളർച്ചയും ഇതിന് അടിക്കടിയുള്ള സാറ് പറയുന്നത് കേട്ടിട്ട് വളരെ അഭിമാനം തോന്നുകയാണ്. കാരണം നാളെ ഒരു സമയത്ത് നമ്മുടെ മക്കളോടും പറയാം ഞങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചെന്ന് പറയാനുള്ള ആ ഒരു ചങ്കൂറ്റം, അതല്ലെങ്കിൽ സന്തോഷം, അഭിമാനം, അത് അടിക്കടി ഉയർന്നു വരുന്നത് കണ്ടിട്ട് വളരെയധികം സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ അതുപോലെ തന്നെ ഈ 34 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഈ കോളേജ് വിട്ട് കഴിഞ്ഞിട്ട് എപ്പോഴോ ഒരിക്കൽ പോളിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഫിലിപ്പത്തിനെ പോലും കുമരകത്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ 34 വർഷത്തിന് ശേഷം ഇത്രയെങ്കിലും പേരെ കാണാൻ സാധിച്ചതിൽ ഏറ്റവും സന്തോഷം. അപ്പോൾ ഞാൻ ആശംസ അറിയിക്കാൻ 1 മിനിറ്റ് പറഞ്ഞത്, ഇനിയാണ് ആശംസ അർപ്പിക്കുന്നത്. ഏറ്റവും ആദരണീയ പ്രിൻസിപ്പൽ ഞങ്ങളോട് ഇത്രയധികം സന്തോഷമായി സഹകരിച്ചതിന് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പിന്നെ രാമകൃഷ്ണൻ സാറ്, നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് സാറ് അനുഭവിച്ച, അതായത് എന്താ പറയുന്നത്, പറഞ്ഞല്ലോ എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് കോളേജിൽ ഒരു അധ്യാപകൻ ജോലി ചെയ്യുന്നെങ്കിൽ അവർക്ക് അത്ര വലിയ സഹനശക്തിയുടെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ട് പോവുക, വേണമെങ്കിൽ ക്ലാസ്സിലിരിക്കുന്നവരിരിക്കട്ടെ. പക്ഷേ സാറിൻ്റെ ആ ഒരു ആത്മാർത്ഥത കൊണ്ടാണ് ആ വാക്കുകൾ പുറത്തേക്ക് വന്നത്. സാറിനെ ഞങ്ങളുടെ ഈ ഇതിൽ വന്ന് സഹകരിച്ച് ഞങ്ങളെ ആശംസ അറിയിച്ച് സാറിനും എൻ്റെ ഹൃദയംഗമമായ നന്ദിയും ആശംസ അറിയിച്ചു. പിന്നെ മോഹൻദാസ് സാറ്, ഇപ്പോഴും സാറിനെ കണ്ട ഇന്നലെ ഞാൻ കുറേ നേരം ഡയറിയൊക്കെ ചെയ്തിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. നമ്മളെക്കാളും ചെറുപ്പം, സാറ് പറഞ്ഞ പോലെ സുഹൃത്തായിട്ട് കണക്കാക്കാനുള്ള ആ മനസ്സ് നമ്മളെ പഠിപ്പിച്ച അധ്യാപകനാണെന്ന് വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ സുഹൃത്ത് ബന്ധത്തിലേക്ക് കൂട്ടിയതിൽ. സാറ് തൃശ്ശൂർ പോയി ഒരു ഗെറ്റ് ടുഗദറിന് പങ്കെടുത്ത കാര്യം പറയുന്നു. അതൊക്കെ ഒരു സർവീസിൽ വിരമിച്ച് കഴിയുമ്പോഴും അവർക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങൾ അവർ ആസ്വദിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ലാസ്മേറ്റ്സ് എന്നുള്ളൊരു സിനിമ വന്നതിന് ശേഷമാണെന്നാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ പ്രോഗ്രാം മനസ്സിലേക്ക് വന്നെന്നാണ് തോന്നുന്നത്. അതിന് ശേഷമല്ലേ? എന്തായാലും ഇതിപ്പം ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഒരു 55 വയസ്സാണ് എനിക്ക്. ഇപ്പോൾ ഏകദേശം ജീവിതത്തിൻ്റെ വലിയൊരു പ്രാരാബ്ദവും കഷ്ടപ്പാടും ഒക്കെ കഴിഞ്ഞ ഒരു റിലാക്സ് ടൈമാണിപ്പം. അപ്പോൾ ഇത് നമുക്കൊരു റീകോൾ വരുന്ന ഈ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ ഈ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ വീണ്ടും വരുന്നതുണ്ടല്ലോ, വളരെയധികം ഒന്നുകൂടെ നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുകയാണ്. വളരെയധികം സന്തോഷം തോന്നുന്നു. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ മോഹൻദാസ് സാറിനും ആശംസ അറിയിച്ചു തോന്നുന്നു. പിന്നെ ഫിലിപ്പച്ചന് ആയിരുന്നു അല്ലേ ആദ്യം ആശംസ അറിയിക്കേണ്ടെന്ന് തോന്നുന്നു. അതെ, സാരമില്ല, ഞങ്ങളുടെ സുഹൃത്തല്ലേ. അതുപോലെ തന്നെ ഫിലിപ്പച്ചനും എൻ്റെ കണ്ണൂരിൽ നിന്ന് വരുവാണ് അദ്ദേഹം. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചതിനകത്ത് എല്ലാ നിർദ്ദേശങ്ങളും കാര്യങ്ങളും തന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊരു എന്താ പറയുന്നത് ഒരു മാറ്റം ഞങ്ങൾ ആരും തന്നെ അദ്ദേഹത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഭയങ്കര നോട്ടിയായിരുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പഠിക്കാനും എടുക്കാനും അധ്യാപകനായിരുന്നു. അമ്മയും അച്ഛനും ഒക്കെ അങ്ങനെയുള്ള നല്ലൊരു കുടുംബാന്തരീക്ഷത്തിൽ വന്നായിരുന്നു.
സ്നേഹമുണ്ടായിരുന്നു, നല്ല സ്നേഹമുണ്ടായിരുന്നു എന്നോടൊക്കെ. എനിക്കറിയാം നല്ല ഒരു ആ സ്ഥലത്തുനിന്ന് വരുന്നതുകൊണ്ടാണോ എന്തോ പ്രത്യേകിച്ച് ഒരു സ്നേഹം എന്നോടുണ്ടായിരുന്നു. എനിക്ക് പുസ്തകങ്ങളൊക്കെ തരുമായിരുന്നു, അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഫിലിപ്പിന് ഞാൻ ആശംസ അറിയിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഇതിന് വേണ്ടി കഷ്ടപ്പെട്ട് ഇത്രയും കൊണ്ടെത്തിച്ച പ്രസാദ് വളരെ ഒരുപാട് കഷ്ടപ്പെട്ടതിൻ്റെ വേറെ ആകെപ്പാടെ 3-4 പേരുടെ ഒരു ഫോൺ നമ്പർ വെച്ചാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു സൗഹൃദം എന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് പുള്ളിക്കാരൻ ഇത്രയാക്കിയത്. ഇനിയും വരാത്തവരെ പറ്റിയാണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു കൂടിച്ചേരലുണ്ടെങ്കിൽ എല്ലാവരും വന്ന് സഹകരിക്കട്ടെ എന്ന് ഞാൻ മനസ്സോട്, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രയത്നം കഷ്ടപ്പാടും അത്രയ്ക്കുണ്ട്. പിന്നെ അതുകൊണ്ട് പ്രസാദിന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. പിന്നെ പോൾ ഇവിടെ നിൽക്കുന്നു. പോളും ഇതിൻ്റെ അണിയറ പ്രവർത്തകനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടതായിട്ടാണ് അറിയുന്നത്. ഇതാ നിൽക്കുന്നുണ്ടോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും യങ്ങറായിട്ടുള്ള ആളാണ് പോള്. പിന്നെ അത് പോളിനും എൻ്റെ പ്രത്യേക ഒരു ആശംസ അറിയിക്കുന്നു. കാരണം ഇത്രയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള, പിന്നെ എല്ലാവരും ഉണ്ട് ഇവിടെ വന്നു ചേർന്ന് ചിലർക്കൊക്കെ ഭയങ്കര തിരക്കുകാരൊക്കെ കാണും. എങ്കിലും ഇത്രയും നേരമൊക്കെ ഇരുന്ന് നമ്മളെല്ലാവരും ഒത്തുകൂടാനൊരു സാഹചര്യത്തിൽ വന്ന് സഹകരിച്ച എല്ലാവർക്കും വളരെ നന്ദിപൂർവ്വം ആശംസ അറിയിക്കുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫാദർ ഫിലിപ്പ്, ആദരണീയരായ നമ്മുടെ അധ്യാപകരെ, അഡ്മിൻ പ്രസാദ്, 2023 ഏപ്രിൽ മാസം 21-ാം തീയതി മാർച്ച് 21-നാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് പ്രസാദ് ഫോം ചെയ്യുന്നത്. പ്രസാദ് എന്നെ കണ്ട് എന്നോടിത് സംസാരിക്കുന്നത് ഏപ്രിൽ മാസം 14-15 ഒരു സമയത്താണ്. അന്ന് പറഞ്ഞ കുറച്ച് പേരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ച് ഞാനൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രസാദ് അവിടെ വെച്ച് തന്നെ എന്നെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെ 6 പേരെ അതിനകത്തുള്ളൂ, ബാക്കി 5 പേര് എന്നെക്കാൾ മുമ്പുള്ളവരാണ്. അപ്പോൾ അന്ന് പ്രസാദ് പോയിട്ട് എന്നെ വിളിച്ചിങ്ങനെ, പക്ഷെ ഞാൻ പ്രതികരിച്ചുമില്ല. കാരണം ഈ 5 പേര് വെച്ച് എന്നെ നടത്താമെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ ഒരു ദിവസം ഞാൻ LICയിലേക്ക് പോകുമ്പോഴത്തേന് രേണു അതിലെ കടന്നു പോകണു. പെട്ടെന്ന് ഞാൻ ബാക്കിൽ നിർത്തി പുറകെ ഓടിച്ചെന്ന് രേണു എന്നെ കണ്ടു പറഞ്ഞു, ഹെൽമെറ്റ് മാറ്റുക, അല്ല ആളറിയാമെന്ന് പറഞ്ഞു. രേണു ഓർത്ത് എന്നെ പിടിച്ചൊരുക്കാറായെന്ന് ഓർത്തു. പെട്ടെന്ന് ഞാൻ ഹെൽമെറ്റൊക്കെ മാറ്റി സംസാരിച്ചപ്പോഴത്തേന് എന്നെ കണ്ട്. അപ്പോൾ ചോദിച്ചാൽ ആ പടം വയസ്സനായപ്പോലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ പ്രസാദമാക്കേണ്ട ഒരു ഗ്രൂപ്പുണ്ട്, നമ്മൾ രേണു ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞു. രേണുവിനെ ആഡ് ചെയ്ത് പിന്നെ അങ്ങോട്ട് ചടപട ചടപടാന്നായിരുന്നു. ഒരു 40 പേരായപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും പേരായല്ലോ. പ്രസാദ് അങ്ങനെ ഇരുന്ന് ചുമ്മാ ഫോൺ വിളിയായിരുന്നു. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഇന്ന് ഇവിടം വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. അധ്യാപകരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ ഒരു വീട്ടിൽ പെട്ടെന്ന് എടുത്താൽ തന്നെ ഒരു 25-40 അധ്യാപകരുണ്ട്. അപ്പോൾ അധ്യാപകരെ ഞാൻ ചെറുപ്പം മുതലേ അധ്യാപകരെ കണ്ടു വളർന്നൊരു ആളാണ്. അധ്യാപകരോട് എനിക്ക് തീരാത്ത സ്നേഹവും ബഹുമാനവും അന്നും ഇന്നും ഉണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമായി ഇത് മാറട്ടെ. നമ്മളൊക്കെ ഓരോരുത്തർ കടന്നു പോകുന്ന അന്ന് വരെ ഈ ഗ്രൂപ്പ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഫിലിപ്പച്ചൻ, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രകാശ് സാറ്, ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരായ രാമകൃഷ്ണൻ സാറ്, മോഹൻദാസ് സാറ്, ഈ ഗ്രൂപ്പിൻ്റെ കൺവീനർ പ്രസാദ്, പ്രിയ സുഹൃത്തുക്കളെ, 34 വർഷത്തിന് ശേഷമാണ് ഇത്രയും ആൾക്കാർ, നമ്മൾ 47 പേരാണ് ആ ഗ്രൂപ്പിലുള്ളത്. അതിൽ 37 പേര് ഇന്നിവിടെ വന്നിട്ടുണ്ട്. പേരെഴുതാത്ത ആരെങ്കിലും ഉണ്ടോ എന്നറിയത്തില്ല. 37 പേര് നമ്മുടെ രജിസ്റ്ററിൽ പേരെഴുതിയിട്ടുണ്ട്. വളരെ സന്തോഷം. സമയം അത് വിക്രമിച്ചുകൊണ്ട് ഞാൻ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ സഹപാഠി, ഇപ്പോൾ കണ്ണൂർ പുരോഹിതനായി ജോലി ചെയ്തു വരുന്നു. ആ തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന് നമ്മളോട് സഹകരിച്ച ഫാദർ ഫിലിപ്പ് കൊച്ചുപറമ്പലിന് നമ്മുടെ ഈ കൂട്ടായ്മയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമുക്ക് ഈ ഓഡിറ്റോറിയം, ഈ പോള് അനിലൊക്കെ ഇവിടെ വന്ന് ആദ്യം സംസാരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഓഡിറ്റോറിയമാണ് അനുവദിച്ചു തന്നത്. പക്ഷേ അത് ഇന്ന് അവിടെ എന്തോ സർക്കാർ പ്രോഗ്രാം നടക്കുന്നത് കാരണം വളരെ ഗംഭീരമായ AC ഉൾപ്പെടെയുള്ള ഈ സെമിനാർ ഹാള് സാറ് നമുക്ക് അനുവദിച്ചു തരികയായിരുന്നു. സാറിനോട് ഈ കൂട്ടായ്മയുടെ
സാറ് ഈ യോഗം തുടങ്ങുന്നതിന് ഒരു 10 നമ്മൾ പറഞ്ഞാൽ 10:30 സാർ ഇവിടെ വന്നിരുന്നു. പിന്നെ പോയിട്ട് സാർ തിരിച്ചു വരുമായിരുന്നു. സാറിന് ഈ കൂട്ടായ്മയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗുരുക്കന്മാരായ രാമകൃഷ്ണൻ സാറ്, മോഹൻദാസ് സാറ് രണ്ടുപേരും കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നു. നമ്മളെ എല്ലാവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഗുരുക്കന്മാർ ആയ രാമകൃഷ്ണൻ സാറിനും മോഹൻദാസ് സാറിനും ഈ കൂട്ടായ്മയുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ അനുസ്മരണം നടത്തിയ ജോൺ, സ്വാഗതം ആശംസിച്ച അനിൽ, ഈ ഗ്രൂപ്പിൻ്റെ കൺവീനറായ പ്രസാദ്, പിന്നെ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കളും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാലം കടന്നുപോയി എത്ര വേഗം, പ്രായവും ഏറെയങ്ങേറിയല്ലോ. ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല, സൗഹൃദം മായാത്ത മുദ്ര പോലെ. കാലം കടന്നുപോയി എത്ര വേഗം, പ്രായവും ഏറെയങ്ങേറിയല്ലോ. ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല, സൗഹൃദം മായാത്ത മുദ്ര പോലെ. കൗമാരം മാറിയതോർമ്മയില്ല, യൗവനം പോയി മറഞ്ഞല്ലോ വേഗം. കൗമാരം മാറിയതോർമ്മയില്ല, യൗവനം പോയി മറഞ്ഞല്ലോ വേഗം. പദവികൾ മാറി നാമേവരുമേ, പലവിധ വേഷത്തിലെത്തിയെന്ന്. പദവികൾ മാറി നാമേവരുമേ, പലവിധ വേഷത്തിലെത്തിയെന്ന്. ഓക്കെ, പ്രിയപ്പെട്ടവരെ, അന്ന് പരിചയപ്പെടാൻ പറ്റാത്തവരെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പഠിക്കുന്ന സമയത്ത് ജോസ് ഫിലിപ്പായിരുന്നു. ഇപ്പം ഫാദർ ഫിലിപ്പ് കൊച്ചുറമ്പിൽ നിന്നാണ് അറിയപ്പെടുന്നത്. ഞാനൊരു ബെനഡിക്റ്റൈൻ ഫാദറാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, ബെനഡിക്റ്റൈൻ എന്ന് പറയുമ്പം ഞങ്ങൾ സന്യാസ വ്രതമെടുക്കുന്നവരാണ്, പിന്നെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഇപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന പള്ളിയിൽ ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഒരു സമൂഹം, ഞങ്ങളുടെ ഒരു സന്യാസ സമൂഹം ഒരു ബിൽഡിംഗ് പണിതിട്ടുണ്ട്. അവിടെ ആൾ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ടൊരു ഡെപ്യൂട്ടേഷൻ കിട്ടി ഞാൻ അങ്ങോട്ട് പോയത്. പണിയൊക്കെ പൂർത്തിയായി, പക്ഷേ ഇതുവരെ അധികാരികൾ അങ്ങോട്ട് ആരെയും വിട്ടിട്ടില്ല. അതുകൊണ്ട് അവർ വലിയൊരു ആശ്രമത്തിൻ്റെ എല്ലാ ചുമതലയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോകാൻ 2 പള്ളിയൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, ഭംഗിയായിട്ട് പോകുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ഓർക്കുക. നിങ്ങളെയും തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനകളിൽ എനിക്ക് ചെറിയ കുഴപ്പമുണ്ട്, കൊണ്ട് അടിമേടിച്ചതാണ്. എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെയും കൂടെ ഓർത്തുകൊള്ളും. അപ്പോൾ ഒന്നിച്ച് കാണാനും കൂടാനൊക്കെ കിട്ടിയ ഒരു അവസരം ഒത്തിരിയേറെ സന്തോഷത്തോടെ എടുക്കാം. അടുത്ത കൂട്ടായ്മ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഫാമിലി ഇല്ല, പക്ഷേ നിങ്ങളെല്ലാം ഫാമിലിയും ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് കൂടുകയും അതൊരു വളരെ സന്തോഷമായിരിക്കും. ഞങ്ങളുടെയൊക്കെ SLC ബാച്ചൊക്കെ ഇപ്പം ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു അവസരമായിട്ട് അതിനെ കാണാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും വന്ദനം. ഞാൻ ജാൻസി ജോസഫ്. ഞാൻ ബാംഗ്ലൂരിലാണ്. 25 വർഷമായിട്ട് അവിടെ സെറ്റിലാണ്. അപ്പനും അമ്മയും മരിച്ചുപോയി. 2 പേരുടെ അപ്പനും അമ്മയും മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ സുവിശേഷ വേലയിലാണ്. എൻ്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്. ഞങ്ങൾ 2 പേരും ജോലിയിലായിരുന്നു. ഇപ്പം 2 പേരും ജോലിയെല്ലാം വിട്ടിട്ട് പൂർണ്ണമായും സുവിശേഷ വേലയിലാണ്. നിങ്ങളെ കാണാൻ ഇത്രയും പേരെ ഒരുമിച്ച് കാണുവാൻ ഒരു ഭയങ്കര സന്തോഷം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു. എന്നും എല്ലാവരും വിളിക്കുമ്പോൾ ഞാൻ മുന്നേ ഹസ്ബൻഡിനോട് പറയും, എൻ്റെ പഴയ ഫ്രണ്ട്സാണ്. നമുക്കറിയാൻ പറ്റില്ല അവരുടെയൊക്കെ ചിന്തകൾ എങ്ങനെയാണോ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കും. അതുകൊണ്ട് പിന്നെ ഓരോരുത്തർ വിളിക്കുമ്പോൾ ഞാൻ സ്പീക്കറിൽ ഇട്ടിട്ട് പുള്ളിയും കൂടെ ചിരിക്കും. ഓരോ തമാശയൊക്കെ കേട്ട് നമ്മുടെ പ്രസാദ് പറഞ്ഞാൽ നന്നായിട്ട് അറിയാം. വിളിക്കുമ്പോഴേ എന്നോട് ചോദിക്കും ബ്രദറാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 34 വർഷം കൂടി എല്ലാവരെയും കാണുവാൻ സഹായിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെ ഇത്രയും പേര്, പിന്നെ നമ്മുടെ ഗീത, മറ്റ് സഹോദരങ്ങളൊന്നും ഇല്ലല്ലോ, എന്നാലും അവരെ ഓർത്ത് അവരെ ഈ
എനിക്ക് ഭയങ്കര അത് അനുസ്മരണം നടത്തിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഗീതയുടെ കാര്യമൊക്കെ ഓർത്തപ്പം. ഇനി എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ അടുത്ത വർഷം നമ്മൾ കൂടുമ്പോൾ ആര് കാണുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് കിട്ടിയ സന്ദർഭം തക്കത്തിൽ നമ്മളെല്ലാവരും ഉപയോഗിച്ചതിനായി നന്ദി പറയുന്നു. എല്ലാവരോടുമുള്ള നന്ദി, നമസ്കാരം. ഞാൻ ബിന്ദു, ഈസി അറിയാമല്ലോ എല്ലാവർക്കും. ഈസി എല്ലാവർക്കും അറിയാം. എനിക്ക് പറയാനൊന്നും അറിയാൻ പറ്റില്ല. ഞാൻ പറയാം. ഞങ്ങള് ചാന്നാനിക്കാട്ടാണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കുന്നു. 2 ആൺമക്കളാണ്. 2 പേരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. സുഖമായിട്ട് അല്ല, ഒരു മടിയില്ല. ഞാനൊരു മുത്തശ്ശിയാണ്. അതെ അതെ, ഞാൻ മുത്തശ്ശിയാ. പിന്നെ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. എന്താ പറയാൻ, എൻ്റെ പേര് അശ്വതി. കുമരകത്തായിരുന്നു വീട്. ഇപ്പം പത്തനംതിട്ടയിൽ താമസിക്കുന്നു. ഹസ്ബൻഡ് ആണെങ്കിൽ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഹൈദരാബാദിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ മോളെ ഉള്ളായിരുന്നു. മോളെ കല്യാണം കഴിച്ചു ഏപ്രിൽ 16-ാം തീയതി ആയിരുന്നു. ഞാൻ ഗ്രൂപ്പിലിട്ടില്ലേ, തൃശ്ശൂർ കല്യാണം കഴിച്ചു. പിന്നെ അവരിപ്പം തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് താമസിക്കുന്നു. 2 പേർ. ഇട്ട് തരാം, ഗ്രൂപ്പിലിട്ടേക്കാം. എല്ലാരും ഗ്രൂപ്പിലില്ലേ? സുദർശൻ ഇത് കാണുമോ? എനിക്ക് സുദർശനെ മിസ് യു സുദർശൻ, അത്രേ പറയുന്നുള്ളൂ. ലൈസാമ വർഗീസ്, കറുകച്ചാലിനടുത്തുള്ള ചമ്പക്കരയിലാണ് വീട്. കല്യാണം കഴിച്ചേക്കുന്നത് ഇടക്കൊച്ചിയിലാണ്. ഞാനൊരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യുന്നുണ്ട്, ഐലൻഡിലാണ്. ഹസ്ബൻഡിനും അവിടെ തന്നെയായിരുന്നു ജോലി. 2 മക്കള്. മോനെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. മോള് ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. എല്ലാവരും കാണാൻ പറ്റിൽ വളരെ സന്തോഷം. എൻ്റെ പേര് മിനി മാത്യു. വീട് കുമരകത്തായിരുന്നു. കല്യാണം കഴിച്ചു വിട്ടത് ആന്ധ്രാപ്രദേശിലേക്കാണ്. അവിടെ ആന്ധ്രയിൽ റെയിൽവേയിൽ ജോലിയുള്ള അതിരമ്പുഴയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. 1 വർഷം ആന്ധ്രയിൽ താമസിച്ചു. പിന്നെ 15 വർഷം മഹാരാഷ്ട്രയിലേക്ക് പോയി. അവിടെ നിന്ന് 16-ാം വർഷം നാട്ടിലെത്തി. ഇപ്പം ഹസ്ബൻഡ് ജൂൺ 30-ന് റിട്ടയറായി. അപ്പം ഞങ്ങൾ രണ്ടുപേരും സുവിശേഷ വേലയാണ്. കുട്ടികൾ ഞങ്ങൾക്കില്ല. അപ്പം ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് അങ്ങനെ ജീവിക്കുന്നു. പിന്നെ കോളേജിൽ എല്ലാവരെയും കൂട്ടുകാരെല്ലാം കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. സാജുവിൻ്റെ കടയിൽ ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും സാജുവിന് എന്നെയും എനിക്ക് സാജുവിനെയും മനസ്സിലായില്ല. ഒരു പ്രാവശ്യം കുമ്മായം മേടിക്കാനും 1 പ്രാവശ്യം പശുവിന് കയറ് മേടിക്കാനും. ആദ്യം ചെന്നപ്പോൾ നന്നായിട്ട് പെരുമാറി വില കുറച്ച് തന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ കടയിൽ നിന്ന് മേടിക്കാൻ അടുത്ത മനുഷ്യൻ നല്ല മനുഷ്യനാണ്. അങ്ങനെ 2ാമത് പോയി. 2ാമത്തെ പ്രാവശ്യം അന്നേരം ഇത് തന്നു, വില കുറച്ച്. പിന്നെ കോളേജ് ലൈഫിൽ ഏറ്റവും ഞാൻ എന്നും ഓർത്തിരിക്കുന്നത് ഫിലിപ്പച്ചന്റെ കാര്യമാണ്. ഫിലിപ്പച്ചൻ എങ്ങനെ അച്ഛനായെന്ന് ഉള്ള ഒരു അത്ഭുതമായിരുന്നു. കാരണം ഞാനും അശ്വതിയൊക്കെ ഞങ്ങള് കുമരകത്തുനിന്ന് 7:45 വരുന്നതാണ്. ഇവിടെ വന്ന് 1 മണിയാകുമ്പോ 1:30 ആകുമ്പോഴത്തേനും ചോറുംപൊതി കഴിക്കാനായിട്ട് എല്ലാരും കൈ കഴിട്ട് വരുമ്പോ എന്റെ ചോറുംപൊതി ഇല്ല. അപ്പോഴാണ് അത് ഫിലിപ്പച്ചനടുത്തുണ്ട് ഞാൻ കൈ കഴി വരുന്നതിന്. അങ്ങനെ പതിവായി തുടർന്നുകൊണ്ടിരുന്നു. എന്റെ ചോറുണ്ടാണ് ഇത്രയും വണ്ണം ഇപ്പൊ ചാടി. ലാസ്റ്റ് ആൾക്കാർ പറഞ്ഞു ഫിലിപ്പച്ചനടുത്തുണ്ട്. പിന്നെ സുദർശനെ ഓർക്കാറുണ്ട്. സുദർശനും ഞാനുമാണ് ഏറ്റവും വണ്ണം കുറഞ്ഞ് മെലിഞ്ഞ് ഞാഞ്ഞൂല് പോലെ ഇരുന്നവര്. പിന്നെ ഞാൻ ഫിലിപ്പച്ചനെ ഓർക്കുന്ന വേറൊരു കാര്യം, ഞാൻ പള്ളിയിൽ നിന്ന് ഈ യൂത്ത് പിള്ളേര്
ക്രിസ്മസ് കാർഡ് തന്നു വിടുമായിരുന്നു വിൽക്കാനായിട്ട്. ഒരു 10 എണ്ണം കൊണ്ടുവന്നതിൽ ഫിലിപ്പച്ചൻ ആ 10ലും ഓരോ പെൺപിള്ളേരുടെ അഡ്രസ്സ് എഴുതി വെച്ചു. അതൊക്കെയാണ് ഓർമ്മയിലുള്ളത്. ഞാൻ രാമേന്ദ്രൻ, വീട് ഓണന്തിരത്തിലെ വീടാണ്. ഈ ഫോട്ടോയിൽ ഏറ്റവും ചെറിയ ഞാനാണ്. 89 ഇവിടുന്ന് പോയി ബോംബെക്ക്. 89 അവസാനം പോയി. ഇപ്പം 35 വർഷമായി ബോംബെയിൽ. 5 2 പെൺകുട്ടികൾ. മൂത്താൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഭാര്യ സന്ധ്യ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ അർദ്ധാംഗിനി. ഷീ ഈസ് മൈ അസറ്റ്. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം പോകുന്നു. ഇപ്പോൾ ABVP അനിൽ എന്നും പറഞ്ഞ് ഞങ്ങൾ 2 അനിലന്മാരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാലേ അറിയൂ. വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ് പ്രസാദ് എന്നെ ഒന്ന് തപ്പിയെടുത്ത്. അതിന് ഉഷയുടെ ഹസ്ബൻഡും ഒക്കെ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. കാരണം നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ വളരെയധികം സർപ്രൈസ് ആയിരുന്നു, എക്സൈറ്റഡ് ആയി എന്ന് പറയാം. കാരണം ഇതുവരെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആൾക്കാരെ ഒന്ന് കാണാനോ സംസാരിക്കാനോ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം വലിയൊരു അനുഭവമാണ്. എത്ര തന്നെ തിരക്കായാലും വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം തിരക്കുള്ള സമയമാണ്. അപ്പം വളരെയധികം സന്തോഷം, എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഇന്ന് വന്ന് എല്ലാവരെയും കാണുവാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി. ഞാൻ ജോസൂട്ടി. അപ്പം കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ വീട് കുമരകം. ഇപ്പച്ചൻ്റെയൊക്കെ വീട് കഴിഞ്ഞിട്ട് ചീപ്പങ്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് എൻ്റെ വീട്. ഇപ്പം ജോലി ചെയ്യുന്നത് കുവൈറ്റിലാണ്. 2 മക്കൾ. ഒരാൾ ചെന്നൈയിലൊരു കോളേജിൽ പഠിക്കുന്നു, ഒരാൾ 10ാം ക്ലാസ്സിലെ കുവൈറ്റിൽ പഠിക്കുന്നു. വൈഫ് അവിടെ ജോലി ചെയ്യുന്നു, നേഴ്സാണ്. ഞാനവിടെ മെഡിക്കൽ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നാൽപ്പാത്തിമലയാണ്, കുമരകത്തുനിന്ന് പോയി അവിടെയാണ് വീട് വെച്ചിരിക്കുന്നത് 5 വർഷമായിട്ട്. പക്ഷേ മിനിയുടെ വേണ്ടി അടുത്തായി. ഇന്നിപ്പോൾ രാവിലെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കല്യാണത്തിനെ കുറിച്ച് ചോദിക്കായിരുന്നു. അയ്യോ എന്നെ പറയാനാ, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതെ അതെ, ഞാൻ വണ്ടിക്കൂലി കൊടുക്കണം. എൻ്റെ പേര് സാബു മത്തായി. എൻ്റെ വീട് കോട്ടയത്താണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് മണർകാട്. എനിക്ക് 2 മക്കളുണ്ട്. ഒരാൾ വിവാഹം കഴിച്ച 3 മക്കളുണ്ട്. മോള് വിവാഹം കഴിച്ചില്ല. മോള് ഇപ്പോൾ ഡൽഹിയിലാണ്, ആയുർവേദ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് അബ്ദുൽ ഖാദർ. വീട് തിരുവാർപ്പിലാണ്, കാഞ്ഞിരം എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത വെച്ച് MSc ജിയോളജി കഴിഞ്ഞ് PhD ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. മോൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ഇവിടെ പോളിടെക്നിക്കിൽ പഠിക്കുന്നു. ഞാൻ 25 വർഷം ഗവൺമെൻറ് സർവീസ് ജോലി ചെയ്തു. ജില്ലാ കോടതിയിലായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഞാനിവിടെ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഒരുമിച്ച് പഠിച്ചതാണെന്ന് മനസ്സിലായത്. ഇത്രയും നാളും അറിയാൻ മേലായിരുന്നു. ഞാൻ കഴിഞ്ഞ ഏപ്രിലിൽ റിട്ടയർഡായി. ഉഷ ഇപ്പോഴും സർവീസിലുണ്ട്. അല്ല, ഞാൻ 2 വർഷം അല്ല, ഞാൻ ഈ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ 1 വർഷം കൂടെ കഴിഞ്ഞാൽ ഇവിടെ കയറിയത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. 1 വർഷം പനിയായിട്ട് കിടക്കുമായിരുന്നു. അതിന് ഉഷ തിരുത്തിയാണോ എന്ന് എനിക്കറിയില്ല. 25 വർഷം കഴിഞ്ഞ് UD ക്ലർക്കായിട്ട് ഈ കഴിഞ്ഞ ഏപ്രിൽ റിട്ടയർഡായി. ഇപ്പം കൃഷി ചെയ്തൊക്കെ ജീവിക്കുന്നു. പിന്നെ എല്ലാവരെയും കാണാനും ഇവിടെ വന്നപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ മനസ്സിലൊരു നല്ല സന്തോഷം, കാണാൻ സാധിച്ചതിൽ സന്തോഷം. നമസ്കാരം, ഞാൻ ജയരാജ്. എൻ്റെ വീട് പനച്ചിക്കാടാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ 1 വർഷം മുഴുവൻ തന്നെ ഇല്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിക്കാൻ വന്നിട്ടില്ല. അമ്മ മരിച്ചൊരു കാരണമായിരുന്നു. എനിക്ക് താല്പര്യമുള്ള വിഷയമല്ലായിരുന്നു എക്കണോമിക്സ്. എനിക്ക് മാസമായിരുന്നു ഇഷ്ടം. യാദൃശ്ചികമായിട്ട് എക്കണോമിക്സിന് വന്നതാണ്. അത് മുഖ്യമാക്കി പോകാൻ പറ്റുകയെന്ന് എനിക്ക് ആദ്യത്തെ വർഷം തന്നെ മനസ്സിലായി. തന്നെയല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നൊരു തോന്നലൂടെ വന്നപ്പോൾ അവിടെ കൊണ്ടങ്ങ് പഠിത്തം നിർത്തിയേക്കാൻ തോന്നി. പഠിത്തം നിർത്തിപ്പോയി. പിന്നീട് പോലീസിൽ ജോലി കിട്ടി. പോലീസിലായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ ഞാൻ റിട്ടയർഡായി. എനിക്ക് 2 മക്കളെ, 2 പെൺകുട്ടികളാണ്. മൂത്തയാൾ ഇപ്പോൾ MBBS കഴിഞ്ഞിട്ട് MDക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ഇപ്പോൾ ഈ വർഷം MBBSന് കിട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. പിന്നെ ഇതിൻ്റെ ആലോചന യോഗത്തിൽ ആദ്യം പ്രസാദ് വിളിച്ചൊരു 3-4 പേരിൽ ഒരാൾ ഞാനായിരുന്നു.
പക്ഷേ എനിക്ക് പ്രസ്ഥാനം വേണ്ട വിധത്തിൽ സഹായിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് അവരോടൊരു കണക്ഷൻ ഇല്ലായിരുന്നു. കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ കോളേജിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ കോളേജ് വീണ്ടും ആദ്യമായിട്ട് കയറുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇത്രയും നേരം ഇരുന്ന് കഴിഞ്ഞപ്പം പലരുടെയും മുഖം നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. മറ്റേ ഒരു വഴിയെ പോയി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും അറിയത്തില്ല. ആ പടം ഇതിനകത്ത് 10 വരെ മുഖപരിചയമുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെയാണ് വിശേഷം. ഇതുപോലൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിലും എല്ലാവർക്കും കൂടാൻ പറ്റിയതിലും അതിയായ സന്തോഷം. വീണ്ടും ഇത് തുടർന്ന് എല്ലാ വർഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ജയ് ജേക്കബ് തോമസ്. ഇപ്പോൾ നിങ്ങളുടെ ഫൈനൽ ഇയറില്ല, 3rd ഇയറിലാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരെ എനിക്ക് അല്ലേ ഇപ്പോൾ ഇവിടെ ഇന്ന് വന്നതുകൊണ്ട് പലരെയും വീണ്ടും ആ സൗഹൃദമൊക്കെ ഒന്ന് പുതുക്കാൻ സാധിച്ചു. ഞാൻ LIC റാന്നി ബ്രാഞ്ചിൽ സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. 6 മാസമായുള്ളൂ റാന്നിയിൽ. ഞാൻ ഒരു ട്രാൻസ്ഫറായിട്ട് വന്നിട്ട് അപ്പോഴാണ് അവിടെ ജയപ്രകാശിനെ എനിക്കറിയാം. ഞങ്ങൾ കുറച്ചു കാലം ഒന്നിച്ച് LIC ഡെവലപ്മെൻറ്റ് ഓഫീസർമാരായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഒന്നിച്ച് പഠിച്ചതെന്ന് അറിയാൻ മേലായിരുന്നു. വൈഫിൻ്റെ പേര് രശ്മി. വൈഫ് അമ്പലപ്പുഴക്കാരിയാണ്. അപ്പം ഞങ്ങളിപ്പോൾ തൊടുപുഴയിൽ സെറ്റിൽ ചെയ്ത് കുട്ടികൾ 2 പേര്. മോന് അവൻ ഇന്റൽ എഞ്ചിനീയറാണ്, ഇന്റൽ കോർപ്പറേഷനിൽ എഞ്ചിനീയറാണ്. അവൻ എൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ വൈഫ് സിവിൽ എഞ്ചിനീയറാണ്. പിന്നെ മോള് MSc കഴിഞ്ഞിട്ട് ഇപ്പം പിന്നെ മോൻ ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ മോളും ബാംഗ്ലൂരാണ്. അവളും മോൻ്റെ ലൈൻ തന്നെ സെമി കണ്ടക്ടർ ഫീൽഡിലാണ്. മാഞ്ചുവട്ടിൽ ഒരു നുള്ളു പൂയിരത്ത് മാല കോർക്ക ഒരു പുള്ളിക്കുയിലിനൊത്തു കൂവി രാജ ഒരു റാണി ഒരു രാജ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ. എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ, എവിടെ നിന്നു വന്നു ഞാൻ, എവിടേക്കു പോണു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ. പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. മോഹങ്ങൾ മരവിച്ചു മോതിര കൈ മുരടിച്ചു, മനസ്സു മാത്രം മുരടിച്ചില്ല, മുരടിച്ചില്ല, മനസ്സ് മുരടിച്ചില്ല.
ഒരു നാഴിയിലങ്ങടി മണ്ണുണ്ട്. വലിയ പെരുന്നാളു വന്നപ്പോഴെന്നെ വെള്ളി നീലാവുള്ള രാത്രി ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോൾ ഓടുന്നു മുറ്റത്തു നീയെന്നും നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാടീടങ്ങളിൽ വന്നുണ്ട് ഒരു നാടീടങ്ങളിൽ വന്നുണ്ട് ആകെ നാരായണക്കി കൂടുപോലുള്ളൊരു നാടുകലോലപ്പുരയുണ്ട് നോമ്പും നോട്ടെന്നെ കാത്തിരിക്കും വാഴ പൂമ്പുപോലുള്ളൊരു പെണ്ണുണ്ട് നോമ്പും നോട്ടെന്നെ കാത്തിരിക്കും വാഴ പൂമ്പുപോലുള്ളൊരു പെണ്ണുണ്ട് ചാമ്പയ്ക്ക ചുണ്ടുള്ള ചന്ദന